സുഡിയോ ബഹിഷ്കരണവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ അവിടെ കണ്ടത് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണോ ഈ പറയുന്ന വിഷയത്തിൽ അവിടെ ഇസ്ലാമിക ഇരവാദ കൂട്ടങ്ങൾ ഉദ്ദേശിച്ചത് അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ചീറ്റിയത്? അതായത് പൊതുസമൂഹം ഉണർന്ന് ഈ വിഷയത്തെ അവരെ ഏറ്റെടുത്ത് ആ ഒരു നീലക്കുറുക്കൻ വാദവുമായി മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു ബഹിഷ്കരണ ആഹ്വാനമായിട്ട് മുന്നോട്ട് വന്നപ്പോ അത് നാട്ടുകാർ പൊളിച്ചു കൊടുത്തു. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അവർ പ്രതീക്ഷിച്ച പോലെ ഒരു വലതുപക്ഷം അവിടെ വരുന്നു, സംഖ്യകൾ വരുന്നു, എന്നിട്ട് അത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്ന രീതിയിൽ അവർ പ്രതീക്ഷിച്ച് അതൊരു വലിയ ചർച്ചയാകുമെന്നൊക്കെ വിചാരിച്ച സാധനത്തെ ഒന്നും ഉണ്ടായില്ല. നാട്ടുകാര് കടയിൽ കയറി സാധനം വാങ്ങി അതങ്ങ് പൊളിച്ചു കൊടുക്കുക ചെയ്തത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇസ്ലാമിക തീവ്രവാദം, ഇതും നമ്മുടെ നാട്ടില് പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ട് അത് മറ്റുള്ള ആളുകൾ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടാൽ വളരെയധികം കൈകൊള്ളുന്ന ഒരു വിഷയമാണ്. അത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും പല സംഗതികളും അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരും. അതെല്ലാവർക്കും സാധിക്കില്ല. നമ്മളൊക്കെ ആ രീതിയിൽ വീരപരിവേഷം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നു എന്നതിന്റെ പേരിലാണ്. എന്നാൽ അത് പറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്താണ്? വധഭീഷണിയായിട്ടും അതുപോലെ മറ്റു കൊലവിളികളായിട്ടുള്ള ആഹ്വാനങ്ങളാണ് നമുക്കെതിരെ ഉണ്ടാവുന്നത്. ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ ഉണ്ടാവുന്ന ഇപ്പോ ഇസ്ലാമിക തീവ്രവാദവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയം പറയുമ്പോൾ അത് മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള വിഷയമായിട്ട് മാറുകയാണ്. അവർക്കെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനം പണ്ട് ഇവിടെ അത് നമ്മൾ കണ്ടതല്ലേ. മാതൃഭൂമിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആഹ്വാനം, മനോരമയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ആഹ്വാനം, ഇതെല്ലാം നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോ അത് മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ്. ചുമ്മാ തന്റെ നാട് ഒന്നാമത്തത് ഓരോരോ നിയമങ്ങൾ. ഇസ്ലാമിൽ ഒരു അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ നന്മ ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ജിഹാദ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നന്മ അത്ര വലിയ നന്മയൊന്നുമല്ല, നിങ്ങൾ അതും കൂടി ചെയ്യണം, ജിഹാദും കൂടി വന്നാലാണ് ഈ നന്മകളുടെ ഒരു പൂർത്തീകരണം ആവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അധ്യാപനമുണ്ട്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇതെവിടെ പഠിക്കുന്നത്? ഇന്ന് നമ്മളുടെ സാധാരണ മദ്രസയിലൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് ഒരു ലെവൽ കൂടി കഴിയുമ്പോൾ നമ്മളുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ PhD ലെവൽ മദ്രസ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അങ്ങനെ ലെവലിലേക്കൊക്കെ വരുമ്പോൾ പഠിപ്പിക്കുന്ന സാധനമാണ് കാഫറുകളായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം, അവരോട് ഏത് രീതിയിലാണ് ഡിസവോവലായിട്ടും ലോയാലിറ്റി ആയിട്ടും നമ്മൾ കാണിക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം അവരോട് വർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട്. അത് പഠിപ്പിച്ച ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതൻ കേരളത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചിരുന്ന ആള് ജയിലിലായിട്ട് അവിടെ കിടക്കുന്നത്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെ ഇവന്റെ ഒക്കെ കൂടെ നടന്ന അവസാനം നീ ഇവനെ പോലെ അറച്ചിൽ മണ്ണ് പറ്റി ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവൻ ഇരുത്തോ. അപ്പോ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഈ മതത്തിൽ തന്നെയുള്ള സാധനമാണ്. ഇത് തീവ്രവാദ എന്ന് നമ്മൾ വിളിക്കുന്നു. സത്യത്തിൽ ഇത് മതമാണ്. ഇത് എടുക്കുന്ന ആളുകളെ നമ്മൾ തീവ്രവാദിയായിട്ട് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ ഇത് മതത്തിന്റെ സാധനമാണ്. ബാക്കി സാധാരണ മുസ്ലിങ്ങൾ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ തലയിലേക്ക് അത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ അതിനനുസരിച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവനെ പിന്നെ വിളിക്കുന്ന പേര് മാത്രമാണ് അവനൊരു തീവ്രവാദി മുസ്ലിം ആണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവുമെന്ന് നമ്മൾ പറയുന്നതാണ്. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. നമ്മളൊക്കെ ഇസ്ലാം പഠിച്ചു, ഇതിങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആകുമായിരുന്ന അല്ലെങ്കിൽ ഒരു ജിഹാദി ആകുമായിരുന്ന ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായി ജീവിച്ചിരുന്ന എന്നെ പോലുള്ള ആളുകൾ ആ വഴിയിലേക്ക് പോകാതെ നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് ചാടി ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. അപ്പൊ ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. എന്ന് വെച്ചാൽ ഒരു ജിഹാദി ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അവന്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ്. കാരണം എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ മുന്നിലുള്ള ഓപ്ഷൻ ഇതാണ്: ഒന്നുകിൽ അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിന്റെ വഴി പോയിട്ട് ആ ഹൂറികൾ ഉറപ്പാക്കുക. ഇതാണ് അവന്റെ മുന്നിലുള്ള വഴിയുള്ളൂ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. ഇവിടെ സൈഫി എന്താ ചെയ്തത്? സൈഫി വളരെയധികം പോൺ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ഗിൽറ്റ് കോംപ്ലക്സ്, ആ ഗിൽറ്റ് കോംപ്ലക്സിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ആള് അന്വേഷിച്ച് നടന്ന ലൈഫ് സ്റ്റൈൽ ആണ് പുള്ളിയുടെ വലിയ പ്രശ്നമായിരുന്നു. ആ ലൈഫ് സ്റ്റൈലിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറ്റബോധം, ആ കുറ്റബോധം ഈ മതങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഈ തരത്തിൽ ഒരു കുറ്റം ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കി അതിന് പരിഹാരം നിങ്ങൾ തേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലെത്തും. ആ നരകത്തിലെത്തുന്നതിന് മുന്നേ ഖബറിലെ ശിക്ഷ വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഓരോ മുസ്ലിമിനെ ഇവിടെ ജീവിക്കാൻ വിടുന്നത്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. മദ്രസയിൽ നിന്ന് തുടങ്ങുന്ന സാധനമാണ് ഈ പേടിപ്പിക്കലും ഈ കൊതിപ്പിക്കലും തന്നെയാണ് ഓരോ മതവും ഉള്ളത്, ഇസ്ലാം പ്രത്യേകിച്ചുള്ളത്. ഇസ്ലാമിൽ ഇത് വളരെ കൂടുതലാണ്. അത് വളരെ ചെറിയ പ്രായത്തിൽ ഈ മദ്രസകളിൽ നിന്ന് വെച്ചു കൊടുക്കുന്ന സാധനം കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞാണ് ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അത് സ്വന്തം ജീവിതത്തിൽ വേറൊരാളുടെ തലയിലേക്കൊന്നും കയറിയിട്ടില്ലെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇതുപോലെ ഒരു പോൺ അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗിൽറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാകുമ്പോൾ അതിൽ നിന്ന്
പുറത്തു കടക്കാൻ, അതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് എന്ത് ചെയ്യും എന്ന അന്വേഷണം. ഒരു പ്രത്യേക ജീവിതല്ലേ. ആ അന്വേഷണമാണ് ഇവനെ കൊണ്ടെത്തിച്ചത് എവിടെ, ഈ പറയുന്ന ജാക്കിർ നായിക്കിലേക്ക് കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ താരിഖ് ജമീലിലേക്ക് കൊണ്ടെത്തിയത്, മുഫ്തി താരിഖ് മസൂദിലേക്ക് കൊണ്ടെത്തിച്ചത്, തൈമൂർ അഹമ്മദിലേക്ക് കൊണ്ടെത്തിച്ചത്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇനി ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് അതിൽ ഒറ്റയടിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, നമ്മൾ ഈ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ലോട്ടറി എടുക്കാം, ബമ്പറും എടുക്കാം. ഇതൊരു ബമ്പറാണ്. ഈ പറയുന്ന കാഫിറുകളെ കൊന്നു തള്ളുക എന്ന് പറയുന്നത് ഒരു ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബമ്പറാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടിന് നിങ്ങൾ ഇതുവരെ ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ മായ്ക്കപ്പെടുന്നുള്ളതാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങളൊരു കാഫിറായിട്ടുള്ള ഒരാളെ ഇതുപോലൊരു വിഷയത്തിന് ഡിസ്ബിലീഫിന്റെ പേരിൽ നിങ്ങൾ കൊന്നാൽ ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുമിച്ച് നരകത്തിൽ കിടക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കൊന്നവൻ സ്വർഗത്തിലും കൊല്ലപ്പെട്ടവൻ കാഫിറായതിന്റെ പേരിൽ നരകത്തിലേക്കും ആണ് പോവുക. ഇതാണ് ഇസ്ലാമിലെ അധ്യാപനം. കഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സംഗതികൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. ഇത് കേൾക്കാത്ത സാധാരണ വിശ്വാസികൾ ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എന്തോ നുണ പറഞ്ഞു എന്നൊക്കെ തോന്നും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കിതാബ് എടുത്ത് വെച്ച് തുറന്ന് നോക്കുക, ഉസ്താദുമാർ പറയുന്ന പ്രസംഗങ്ങൾ എടുത്ത് വെച്ച് നോക്കുക. ചില വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഉസ്താദുമാർ തോക്കുമായിട്ട് ഇരുന്നിട്ടാണ് പള്ളിയിൽ ഇരുന്നിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും കാര്യമൊന്നുമില്ല, ഒരു കാഫിറിനെ നിങ്ങൾ കൊന്നു തള്ളിയാൽ അതാണ് ഏറ്റവും മികച്ച പുണ്യം എന്ന് പഠിപ്പിക്കുന്ന തോക്കും വെച്ചുകൊണ്ട് പള്ളിയിൽ ഇരുന്ന് കുതുബ പറയുന്ന ഉസ്താദുമാരെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതുപോലെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് വെച്ചുകൊണ്ട് ആളുകളെ നരകഭയത്തിലേക്കും ഈ ഖബർ ശിക്ഷയിലേക്കും ഒക്കെ കൊണ്ടെത്തിച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യനെ ഇതുപോലെ ഒരു വലിയ കുഴപ്പത്തിൽ ചാടിച്ച് അതിന്റെ പേരിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഈ ഇസ്ലാമിന്റെ ഇരകളാക്കി മാറ്റുമ്പോൾ ഇതിന്റെ ആ ഒരു ദുരിതം മുഴുവൻ പേറേണ്ടി വരുന്നത് സാധാരണ ഈ മനുഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഓനെ ഇടുന്ന് അടിച്ചറക്കാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ വിമർശനം നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യണം എന്ന് പറയുന്നതും ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ പങ്ക് വരുന്നത്. അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം എന്താ, ഇതിപ്പോ ഒരു കൂടോത്രത്തിന്റെ വിഷയമായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു അതിന്റെ പേരിലുള്ള ഒരു ചർച്ചയായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ മാധ്യമത്തിനും വലിയ താല്പര്യമാണ്. ഗണപതി മിത്താണെന്ന് പറയാൻ ആർക്കും ഇവിടെ പ്രശ്നമില്ല. പക്ഷെ സമാനമായ രീതിയിൽ ഒരു അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കണം, അള്ളാഹുവും മിത്താണെന്ന് പറയാൻ എത്ര മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അറിയാത്ത ഇവനെയൊക്കെ എന്താ ചെയ്യുക? അപ്പോ ആ രീതിയിൽ എല്ലാ മതത്തിലും ഉള്ള വിഷയങ്ങളെ നിങ്ങൾക്ക് അനാചാരങ്ങളായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളെ പച്ചയ്ക്ക് പറയാൻ കഴിയണം. അതിനെ സ്പെയ്ഡായിട്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല, അത് മാധ്യമങ്ങൾക്കേ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് പറ്റുക? അവിടെയാണ് നമ്മളെ പോലുള്ള ആളുകൾ ഇറങ്ങി തിരിച്ച് ഇത് നോർമലൈസ് ചെയ്ത് ഈ ഭയമില്ലാതെയാക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്ത് ജനങ്ങൾ മൊത്തത്തിൽ ഇത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ, ഞാനിപ്പോൾ ഇന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മളെ പണിയൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ, ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പോയിട്ട് ഇതുപോലെ മതം വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരെങ്കിലും മിനിമം അവന്റെ ചുറ്റിനും ഉണ്ടാവും. അത് അങ്ങനെയല്ല കോയ കാര്യങ്ങൾ, അങ്ങനെയല്ല വിഷയം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സാധാരണക്കാർ ഇന്ന് അവന്റെ ചുറ്റിനും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. Zimam zimam bing bing boo, tum tum sastena se, taar chimak gay chhati se. Zimam zimam bing bing boo.